ഹായ് ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, എന്ത് പറയുന്നു? എല്ലാവരും സുഖമല്ലേ? സോ നമ്മൾ പുതിയൊരു ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. 7th നിന്ന് 8th. വെക്കേഷനൊക്കെ കഴിഞ്ഞു, മൈൻഡൊക്കെ റിലാക്സ്ഡ് ആയി. 2 മാസം കിടന്നുറങ്ങിയവരുണ്ടാകും, വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിനൊക്കെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മൊബൈലും ടി വിയും മാത്രമായിരുന്നോ, അതോ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്തോ, ചിലപ്പോൾ സിറ്റി ലൈഫിൽ നിന്ന് ഒരു വില്ലേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്തവരും ഉണ്ടാവും. സോ പലരും പലതുപോലെയാണ് വെക്കേഷൻ ആഘോഷിച്ചിട്ടുണ്ടാവുക. എന്തായാലും നമ്മുടെ ആഘോഷങ്ങളൊക്കെ തീർന്നു. ഇനി ആഘോഷിക്കേണ്ടെന്നല്ല, ലൈഫ് ഈസ് ഫുൾ ഓഫ് സെലിബ്രേഷൻസ് അല്ലേ. നമുക്ക് ആഘോഷിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഒപ്പം നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ. അപ്പം നമ്മൾ 7th നിന്ന് 8th പുതിയൊരു ക്ലാസ് എത്തിയിരിക്കുകയാണ്. പുതിയ ബുക്സും ബാഗും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന നമുക്ക് എന്താണ്, കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പുതിയ കഥകൾ. അപ്പം ഇംഗ്ലീഷാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിൽ യൂണിറ്റ് 1 ചാപ്റ്റർ 1 ആണ് പഠിക്കുന്നത്. ദ നെയിം ഈസ് ദ മിസ്റ്റീരിയസ് പിക്ചർ അല്ലേ. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലോട്ട് ഓടി വരുന്ന കാര്യങ്ങൾ? എന്തൊക്കെ വരും? മിസ്റ്റീരിയസ്, സംതിങ് മിസ്റ്ററി അല്ലേ. മിസ്റ്ററി നമുക്ക് ഇഷ്ടമല്ലേ, മിസ്റ്ററി ഉള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ എന്തെങ്കിലും ക്യൂരിയോസിറ്റി ഉണ്ട് എന്നറിയുമ്പോൾ ഒബ്വിയസ്ലി പിള്ളേരാകുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആണ്. എന്തായിരിക്കും പറയാൻ പോണ മിസ് എന്നറിയാൻ വേണ്ടിയിട്ട്. സോ നമുക്കും കണ്ടുപിടിക്കാം എന്താണ് ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് വെച്ചാൽ. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ, മിസ്റ്ററി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെയാണ് നമ്മൾ മിസ്റ്റീരിയസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മിസ്റ്റീരിയസ്? പിക്ചറാണ്. ദ പിക്ചർ ഈസ് മിസ്റ്റീരിയസ് ഹിയർ. അപ്പോൾ ഈ സ്റ്റോറി എഴുതിയേക്കുന്നത്, ദ ഓഥർ ഓഫ് ദ സ്റ്റോറി ഈസ് ചാൾസ് ഡി കോസ്റ്റർ. അയാളാണ് ഓഥർ. ചാൾസ് ഡി കോസ്റ്റർ ആണ് നമ്മുടെ ഓഥർ. ഓക്കെ, ചാൾസ് ഡി കോസ്റ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബെൽജിയം ലിറ്ററേച്ചർ. ബെൽജിയം ലിറ്ററേച്ചറിന്റെ ഫാദർ ആണ്. പിന്നെ എന്താണ് സ്പെഷ്യാലിറ്റി? ആ സമയത്ത് ബെൽജിയത്തിൽ എന്തായാലും ഈ റൈറ്റിങ്സ് ഒന്നും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല, അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ പറയുന്നത് അവരുടെ നാഷണൽ ക്രൈറ്റീരിയാസ് ഒക്കെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു ബുക്കാണ് ഇതെന്നാണ് പറയുന്നത്. പക്ഷേ ദ ബുക്ക് ഈസ് വെരി പോപ്പുലർ ഓൾ ഓവർ അറൗണ്ട് ദ വേൾഡ്. ലോകം മുഴുവനും എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടും, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. നമുക്ക് പോകാം. അപ്പോൾ ഈ സ്റ്റോറി എടുത്തിരിക്കുന്നത്, നമ്മുടെ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ചെറിയ സ്റ്റോറി എടുത്തിരിക്കുന്നത്, ഇറ്റ് ഈസ് എ സ്റ്റോറി ടേക്കൺ ഫ്രം ദ ലെജൻഡ് ഓഫ് ദ ഗ്ലോറിയസ് അഡ്വെഞ്ചറസ് ഓഫ് ടിൽ യുലെൻസ്പീക്കിൾ. ഇപ്പം തന്നെ നമുക്ക് ക്യാരക്ടറിനെ പിടികിട്ടി, നമ്മുടെ മെയിൻ ക്യാരക്ടർ ആരാണെന്ന്. അപ്പോൾ ടിൽ യുലെൻസ്പീക്കിൾ ആണ് നമ്മുടെ ക്യാരക്ടർ. മനസ്സിലായോ? അപ്പം നമുക്ക് ഓഥറിനെ കിട്ടി, നമ്മുടെ ചാപ്റ്റർ നെയിം കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ഈ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് മാത്രമാണ്. അപ്പം നമുക്ക് പോകാം കഥയിലോട്ട്. അപ്പം നമ്മൾ പോവുകയാണ് കഥയിലോട്ട് പോകണേക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഇറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് ദ ലൈഫ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ലൈഫ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ചിത്രകാരൻ. ഇപ്പം നമ്മൾ പറഞ്ഞു പിക്ചറാണ് എന്നുള്ളത്, മിസ്റ്റീരിയസ് പിക്ചർ. അപ്പോൾ എന്തായാലും ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ സ്റ്റോറിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പോവുകയാണേ. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. കാരണം എന്താണെന്ന് അറിയാവോ? നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മെയിൻ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് സാധാരണ ഒരു സബ്ജക്റ്റ് പഠിക്കണമല്ലോ. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കണേ? ലെസൺ കേട്ടിരിക്കും, എന്നിട്ട് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കിയും മിസ് പറയണതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് കാണാപ്പാഠം നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷും മലയാളം ഹിന്ദി എന്നൊക്കെ ലാംഗ്വേജസ് നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല പഠിക്കുന്നത്. നമുക്കൊരു തരുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ഒരു സബ്ജക്റ്റ് എന്നതിലുപരി ഒരു ലാംഗ്വേജ് എന്ന് വരുമ്പോൾ നമുക്ക് ഫ്രീഡം ഉണ്ട്. നമുക്ക് കഥ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് എഴുതാം. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് എഴുതാം. ഇറ്റ് ഈസ് നോട്ട് ഒരു നിയമമൊന്നുമില്ല. ദർ ഇസ് നോ സച്ച് തിങ്സ് ദാറ്റ് യു മസ്റ്റ് റൈറ്റ് ആസ് ഇറ്റ് ഇസ് അല്ലേ. ഒരു ടീച്ചർ തന്ന ആൻസർ അങ്ങനെ തന്നെ എഴുതി വെക്കണമെന്ന് എവിടെയും പറയില്ല. ടീച്ചർ മാർക്ക് തരാതിരിക്കുകയും ഇല്ല. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ലിസൺ ചെയ്യണം, സ്പീക്ക് ചെയ്യണം, റൈറ്റ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലിസൺ ആണ് നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ലിസൺ എന്ന് പറയുമ്പോൾ എന്താ? ശ്രദ്ധിച്ചിരിക്കണം. ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പുതിയ കാര്യങ്ങൾ, പുതിയ വാക്കുകൾ കേൾക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ബ്രെയിനിലോട്ട് കയറ്റണം. നമ്മുടെ മനസ്സിലോട്ടും ഹൃദയത്തിലോട്ടും ഒക്കെ കയറ്റിയിരുന്നാൽ മാത്രം ബ്രെയിൻ അത് തിരിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇമ്പ്രൂവ് ആവണ്ടേ, നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ആവണ്ടേ. 5th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു സ്റ്റോറിയാണോ നമ്മൾ 8th പഠിക്കുന്നത്? അല്ലല്ലോ, വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്തായാലും വേണം. അപ്പം നമ്മൾ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ടിൽ അതാണ് നമ്മുടെ ക്യാരക്ടർ. നമ്മൾ ഫുൾ നെയിം പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ. ഇനി എല്ലാ സമയത്തും ടിൽ എന്ന് മാത്രമേ പറയണുള്ളൂ കേട്ടോ. ഓക്കെ, ടിൽ എന്ന് എഴുതുമ്പോൾ TILL അല്ല, ഇറ്റ് ഈസ് എ നെയിം. TYL ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ടിൽ എന്നാണ്. ഓക്കെ, Till, in the course of his wandering from court to court, rode to the palace of the Archduke of Battenberg on his donkey.
ഓക്കെ, അപ്പൊ ടിൽ ക്യാരക്ടർ ആണ് ഞാൻ പറഞ്ഞു. ആ ക്യാരക്ടർ ഇൻ ദ കോഴ്സ് ഓഫ് വാണ്ടറിങ്സ്. വാണ്ടറിങ്സ് എന്ന് വെച്ചാൽ എന്താ? വാണ്ടറിങ്സ് എന്ന് പറയുമ്പോൾ കറങ്ങി അറിഞ്ഞ് നടക്കുക, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ ഓരോ പ്ലേസിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രം കോട്ട് ടു കോട്ട്, ഓരോ കോട്ടിൽ നിന്നും അടുത്ത കോട്ടിലോട്ട്. റോഡ് എന്ന് പറയാൻ എന്താ? റൈഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? റൈഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോഡ്. ഇവിടെ കഥ റോഡ് എന്നാണ്, പോയി എന്നുള്ള, ഓടിച്ചു എന്നുള്ള അർത്ഥത്തിൽ റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ എ ഡോങ്കി. ഈ പിക്ചർ മാത്രം കാണുമ്പോൾ എന്തിലാണ്, എവിടെയാണ് പോയത്? ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗിലാണ് പോയത്, ഡോങ്കിയിലാണ് പോയി. ഈ ഡോങ്കി എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും സിനിമയിലെ സീൻ ഓർമ്മ വരുന്നുണ്ടോ? ടില്ലിനെ സങ്കല്പിച്ചേ. ടില്ലാണ് നമ്മുടെ നായകൻ. നായകനാണോ വില്ലനാണോ നമുക്കറിയാം. എന്തായാലും മെയിൻ ക്യാരക്ടർ ടില്ലാണ്. ഓക്കെ, മെയിൻ ക്യാരക്ടർ ടില്ലാണ്. ടില്ല് എങ്ങനെയാണ് പോണേ? കഴുതയുടെ പുറത്താണ്. കഴുതപ്പുറത്ത് പോണ ആരെങ്കിലും ഒക്കെ അറിയാവോ നിങ്ങൾക്ക്? ആരെയൊക്കെ അറിയാം? പണ്ടത്തെ മൂവീസ് ഏതെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യരുടെ ഒരു സീനുണ്ട്. എന്താണെന്നറിയോ? കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് എന്ന് പറഞ്ഞ മൂവിയിൽ കഴുതപ്പുറത്ത് ഇരുന്നിട്ട് നമ്മുടെ ജയറാം വന്ന് കാണുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഇത് ഞാൻ സിനിമയിലെ കാര്യം പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ ടില്ലിൻ്റെ ആനിമൽ, ടില്ലിൻ്റെ വെഹിക്കിൾ ഡോങ്കി ആണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കണക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫ് റിലേറ്റഡ് സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള സംഭവങ്ങളായിട്ട് കണക്ട് ചെയ്യുക. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് ഏറ്റവും ഒരു കൊമേഡി റിലേറ്റഡ് ഒരു സീനാണ് ആ സിനിമയിൽ. സോ ടില്ലും ഡോങ്കിയുടെ പുറത്താണ് പോണത്. അത്രയും മനസ്സിലായല്ലോ? ടില്ലിൻ്റെ വെഹിക്കിൾ എന്ന് പറയുന്ന ബൈക്കും കാറും ഒക്കെ ഒന്നുമല്ല, ഡോങ്കിയാണ്, കഴുത. ഓക്കെ, ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. എല്ലാവർക്കും കൗതുകം ഉണർത്തുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ആകർഷിക്കുന്ന ഡ്രസ്സും അപ്പിയറൻസും ആയിരുന്നു. കാണുമ്പോൾ തന്നെ കൊള്ളാലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. എല്ലാവരും നോർമൽ ഒരു മനുഷ്യനെ പോലെയല്ല, അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരിത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ, ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ്. ഇപ്പം തലയിൽ എന്തുണ്ടായിരുന്നു? തൊപ്പി ഉണ്ടായിരുന്നു. ഇപ്പം ക്യാരക്ടർ സ്കെച്ച് പറയുകയാണ് ടില്ലിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക, അപ്പിയറൻസ് നമുക്ക് എഴുതണമല്ലോ. So his cap was set smartly on his head and the 3 bright feathers. 3 എന്തുണ്ടായിരുന്നു? ബ്രൈറ്റ് ഫെദേഴ്സ് ഉണ്ടായിരുന്നു. On it danced in the breeze as he rode. അപ്പോൾ ഓടുക്കുന്നോ? കഴുത പുറത്തെന്ന് പറയുമ്പോൾ കഴുത ഓടുമല്ലോ. കഴുത ഓടുന്നതനുസരിച്ച് തലയിലുള്ള ക്യാപ്പിലുള്ള 3 ഫെദേഴ്സ് ഉണ്ടായിരുന്നു. ഫെദേഴ്സ് എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഫെദേഴ്സ് എന്താണ്? തൂവൽ. ആ തൂവൽ ഇങ്ങനെ കാറ്റത്ത് ആടും. ഒബ്വിയസ്ലി നമുക്കറിയാമല്ലോ, തൂവലൊക്കെ കാറ്റത്ത് ആടും. അപ്പം 3 തൂവൽ ഉണ്ടായിരുന്നു, മറക്കരുത്. അപ്പം തന്നെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ആയല്ലോ. നമ്മളെല്ലാവരും ക്യാപ്പ് വെച്ച് നമ്മൾ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ടില്ലിൻ്റെ ക്യാപ്പിലുള്ളത് 3 ഫെദേഴ്സ് ആണേ. അപ്പോൾ ഇമാജിൻ ചെയ്യുക, അതാണ് നമ്മുടെ സ്റ്റോറി റീഡ് ചെയ്യുമ്പോഴുള്ള വേറൊരു ഗുണം നമുക്ക് തരുന്നത്. എന്താണ്? നമുക്ക് ഇമാജിനേഷൻ പവർ വരും ഇല്ലേ? നമ്മളൊരു സ്റ്റോറി കാണുന്നതൊക്കെ കൂടുതൽ നമ്മൾ തന്നെയാണ് ഇമാജിൻ ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം. അപ്പം മെയിൻ എൻട്രൻസിൽ നമ്മുടെ പാലസ് ആണ്. പാലസിൽ വെറുതെ കയറി ചെല്ലാൻ പറ്റുമോ? ഇപ്പം നമുക്ക് ഈവൻ ഒരു മിനിസ്റ്ററിനെ കാണാൻ ഓടിച്ചെന്ന് കയറി പറ്റില്ലല്ലോ. ഇല്ലല്ലോ. നമ്മുടെ വീട്ടിലും കോളിംഗ് ബെൽ അടിക്കണം, എന്നിട്ടല്ലേ നമ്മൾ ഡോറ് തുറക്കുള്ളൂ. ദ സെയിം തിങ് അല്ലേ? അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം, "Hey there, you fellow on the donkey. We don't allow any loafers here. You and your donkey already look like skeletons." എന്താണ്? ആരാണ് അവിടെ ബ്ലോക്ക് ചെയ്യുന്ന ആള്? ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ആണ് വിളിക്കുന്നത്. ടില്ല് പോവുകയാണ്, കഴുതപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, ദാറ്റ് ഇസ് ദ തിങ്. ഓക്കെ, നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ടില്ല് കഴുതപ്പുറത്ത് പോകുന്നു, പാലസിന്റെ ഫ്രണ്ടിലെത്തുന്നു. എൻട്രൻസിൽ എത്തി കഴിയുമ്പോൾ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. അയാൾ വിളിക്കും, "ഹേയ് there, ഒന്ന് നിന്നേ" എന്നൊക്കെ പറയില്ലേ നമ്മ, അതുപോലെ "യു ഫെല്ലോ ഓൺ ദ ഡോങ്കി." പേരറിയില്ലല്ലോ. അപ്പൊ കഴുതപ്പുറത്ത് പോകുന്ന മനുഷ്യ എന്ന കറക്റ്റ് എക്സാക്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാ വരിക. "വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ." ലോഫേഴ്സ് എന്ന് പറയണത് എന്താ കേട്ടിട്ടുണ്ടോ? ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഫേഴ്സ്. ഇവിടെ ടില്ലിനെ കണ്ടപ്പോൾ ചിലപ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കണം, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന ഒരാളാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാലസിൽ ലോഫേഴ്സിനെയൊന്നും അലൗ ചെയ്യില്ല. വെറുതെ നടക്കുന്ന ആൾക്കാരാ, ചുമ്മാതെന്ന് പാലസിലോട്ട് കയറാനൊന്നും പറ്റില്ല എന്ന് പറയും. "യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെൽട്ടൻസ്." എങ്ങനെയാ കാണുന്നേ? ടില്ലും ടില്ലിൻ്റെ ഡോങ്കിയും എങ്ങനെയാ ഇരിക്കുന്നേ? എല്ല് പോലെ അല്ലേ? സ്കെൽട്ടൻസ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് കോലം കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ലുക്ക് ലൈക്ക് സ്കെൽട്ടൻസ്. സ്കെൽട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്കെൽട്ടൽ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അസ്ഥിക്കൂടം കാണാത്തവരൊന്നുമില്ല, ഈവൻ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
സോ സ്കെൽട്ടൻസിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറയും. The captain of the guard was a tall, well-built, red-haired man of about 25. ഇനി ടില്ലിന്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, ടിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് ആരുടെ ക്യാരക്ടറിനെ കുറിച്ചാണ്? ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് എങ്ങനെയാണ് കാണാൻ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടോൾ ആണ്. ഓക്കെ, ഫസ്റ്റ് തിങ് ഇസ് ടോൾ. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന ടോൾ ആണെന്നാണ്. പിന്നെ വെൽ ബിൽറ്റ്. വാട്ട് യു മീൻ ബൈ വെൽ ബിൽറ്റ്? വെൽ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫിസിക്കൊക്കെ ഉള്ള. ഫിസിക് എന്ന് വെച്ചാൽ എന്താ? നല്ല ജിമ്മിലൊക്കെ പോയിട്ട് അങ്ങനെ വർക്കൗട്ട് ബോഡി അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള പറഞ്ഞാൽ നമ്മൾ വെൽ ബിൽറ്റ് ബോഡി എന്ന് പറയും. അപ്പോൾ വെൽ ബിൽറ്റ് ആണ്. റെഡ് ഹെയർഡ് മാൻ ആണ്. റെഡ് ഹെയർ എന്ന് പറഞ്ഞാൽ തലയിലെ മുടി കളർ ബ്ലാക്ക് അല്ല, ഒരു റെഡിഷ് കളറാണ്. പിന്നെ മാൻ ഓഫ് അബൌട്ട് 25. ഏജ് വരെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. 25, അബൌട്ട് 25 ആണ്. അപ്രോക്സിമേറ്റ്ലി കണ്ടു കഴിഞ്ഞാൽ ഒരു 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ്. ഓക്കെ, ഹാൻഡ്സംലി ഡ്രസ്ഡ്. ഒബ്വിയസ്ലി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ആണ്. വെറുതെ ചുമ്മാ ഒന്നും ഡ്രസ്സ് ഇട്ട് പൊട്ട ഡ്രസ്സ് ഇട്ട് നിൽക്കോ? ഇല്ലല്ലോ. നമ്മളും എല്ലായിടത്തൊക്കെ പോകുമ്പോൾ സൂപ്പർ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടുക. സോ ലൈക്ക് വൈസ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സും ഇസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് വിത്ത് ഇൻ എസ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം. അപ്പോൾ ക്യാപ്റ്റൻ ഓഫ് ഗാർഡിന്റെ യൂണിഫോം എന്ന് പറയുന്നത് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം ആണ്. ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഈ യൂണിഫോമിൽ സ്വർണ്ണ നൂല് ഒക്കെ കൊണ്ടിട്ട് ഒരു ഇതൊക്കെ കണ്ടിട്ടില്ലേ മിലിറ്ററി ഓഫീസേഴ്സ് ഒക്കെ വരുമ്പോൾ? സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഗോൾഡ് ബ്രെയ്ഡഡ്. ഓക്കെ, സ്വർണ്ണ നൂലുള്ള ഒരു യൂണിഫോം. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂൾലി ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. അപ്പോൾ ഡോങ്കിയുടെ പുറത്ത് നിൽക്കുന്ന ടില്ലാണ് ഇത് കേട്ടു. എന്താ വിളിച്ചത്? യു ഫെൽ ഓൺ ദ ഡോങ്കി. ഞങ്ങൾ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഒന്നും കേട്ടില്ല എന്ന് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ഒച്ചയെടുത്തു കഴിഞ്ഞപ്പോൾ ടില്ലൻ അയാളെ കൂൾലി നോക്കി. ടില്ലൊന്നും കേട്ടോടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരില്ലേ? ടില്ല് കൂളായിട്ട് നിന്നിട്ട് ദെൻ ഡിസ്മൗണ്ടഡ്. വാട്ട് യു മീൻ ബൈ ഡിസ്മൗണ്ടഡ്? ഡിസ്മൗണ്ടഡ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്മൗണ്ടഡ് എന്ന് വെച്ചാൽ ഇറങ്ങി, ഗെറ്റ് ഓഫ് എന്നാണ് അർത്ഥം. നമ്മൾ കുതിരപ്പുറത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങി ആര്? ടില്ല്. ഓക്കെ, ഫ്രം ഹിസ് ഡോങ്കി. അപ്പം നമുക്ക് ഡിസ്മൗണ്ടഡ് എന്നൊരു വേർഡ് കിട്ടി. ഈ വേർഡ്സ് ഒക്കെ പുതിയ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതില്ലേ എക്സാംസിനൊക്കെ, അപ്പോൾ ഈ വേർഡൊക്കെ ന്യൂ വേർഡ്സ് യൂസ് ചെയ്യണം. അപ്പോൾ സോ അത് കറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് എന്ത് വരും? ഈ കുട്ടി പഠിക്കണ കുട്ടിയാണ്, പുതിയ വാക്കൊക്കെ അറിയാം. നോർമൽ ഇംഗ്ലീഷ് അല്ല എഴുതുന്നത്, ലൈക്ക് ഐ സെഡ് യു സെഡ് എന്നൊക്കെ അല്ലാണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ്, ഗെറ്റ് ഓഫ് അല്ലെങ്കിൽ ടോങ്ങിയുടെ പുറത്തുനിന്ന് ഇറങ്ങി എന്ന് പറയാനോ ഡിസ്മൗണ്ടഡ്. ഓക്കെ, നൗ ഷീ ഈസ് ഓർ ഹീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ് എന്നുള്ള ഒരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ ഷീറ്റ്സിൽ മാർക്കൊക്കെ ഇങ്ങനെ തന്നെ വരും അല്ലേ? നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണ്ടേ നമ്മുടെ വൊക്കാബുലറി? ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേക്കണം പുതിയ ഹോട്ട്സ് ഒക്കെ കേട്ടോ. സോ he bowed low, bowed എന്ന് എന്താ? കുമ്പിട്ടു. bowed low and said, may God bless you, sir captain. if I look like a skeleton, it is not my fault. അപ്പോൾ കുമ്പിട്ടു. നമുക്കറിയാം ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ആണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തലയൊക്കെ കുമ്പിട്ട് നിന്നിട്ട് പറഞ്ഞു, മേ ഗോഡ് ബ്ലെസ് യു, ദൈവം അനുഗ്രഹിക്കട്ടെ സാറിനെ. സർ ക്യാപ്റ്റൻ അവിടെ ഭയങ്കര ബഹുമാനമാണ്, ഭയങ്കര പൊളൈറ്റ്നെസ് ആണ് കാണിക്കുന്നത് ടില്ല്. നിങ്ങൾ അത്രയും പൊളൈറ്റ്നെസ് കാണിക്കാറുണ്ടോ? ടീച്ചേഴ്സിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നവരല്ലേ? ഒബിയസ്ലി നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് അല്ലേ? ടീച്ചേഴ്സിനെ കാണുമ്പോൾ വിഷയമില്ലേ? അതോ മറി നടക്കോ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ? നമ്മളുടെ ടൈം അനുസരിച്ച് വിഷയമില്ലേ? വിഷയം. സോ ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൻ, ഞാനൊരു സ്കെൽട്ടനെ പോലെ തോന്നിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, എൻ്റെ കുറ്റം കൊണ്ടിട്ടല്ല എന്നാണ് ടില്ല് പറയുന്നത്. ആദ്യം വിഷ് ചെയ്തു, ആദ്യം ബോ ചെയ്തു, പിന്നെ അത് വിഷ് ചെയ്തു, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ടില്ലിൻ്റെ പ്രോബ്ലം പറയുന്നത്, എൻ്റെ കുറ്റം കൊണ്ടല്ല. ഐ ആം വെരി ഹംഗ്രി, എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര വെരി ഹംഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടാവും, അതല്ലേ വെരി ഹംഗ്രി. ഓക്കെ, പക്ഷെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേർഡല്ലേ വെരി ഹംഗ്രി. ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴി അമ്മയുടെ അടുത്ത് എന്താ പറയണ? അമ്മ വിശന്നിട്ട് ഫുഡ് എന്തെങ്കിലും എടുത്ത് വെച്ചോ അങ്ങനെ പറഞ്ഞിട്ടാണോ വരുന്നത് അല്ലേ? സോ ടിൽ എന്താ പറയണ? ഐ ആം വെരി ഹംഗ്രി. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ എം ഫോഴ്സ്ഡ് ടു. ഞാനിവിടെ വന്നത് എന്തുകൊണ്ട്? ഐ എം ഫോഴ്സ്ഡ് ടു, എനിക്ക് വരേണ്ടി വന്നത് കൊണ്ടിട്ടാണ്. എനിക്ക് മീൻസ് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗീവ് മീ എ പീസ് ഓഫ് ദ ഗോൾഡ് കോഡ് ദാറ്റ് യു വെയർ ഓൺ യുവർ കോട്ട്, ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ് by the teeth on that large leg of mutton that I see hanging in that butcher shop. അതൊരു വലിയൊരു സെന്റൻസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ സെന്റൻസ് അല്ലേ, ഒരു കോംപ്ലെക്സ് സെന്റൻസ് ആണ്. അപ്പോൾ ആ സെന്റൻസ് എന്തൊക്കെയാ പറഞ്ഞേ നോക്കാം നമുക്ക്. ഇഫ്
യു വിൽ ബി സോ ഗുഡ്. നിങ്ങൾ ഇത്തിരി നല്ല മനുഷ്യനാണെങ്കിൽ, എന്നോട് ഇത്തിരി നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആസ് യു ടു ഗിവ് മീ എ പീസ് ഓഫ് ദ ഗോൾഡ് കോഡ് ദാറ്റ് യു വെയർ ഓൺ യുവർ കോട്ട്. അപ്പൊ കോട്ടിന്റെ പുറത്ത് എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു? ഗോൾഡ് ത്രെഡ് ഉണ്ടെന്ന് പറഞ്ഞു. നോർമൽ ത്രെഡ് അല്ല, ഇത്തിരി കട്ടിയുള്ള നൂലാണ്. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ ത്രെഡ് എന്ത് ചെയ്യണം? ആ ത്രെഡിന്റെ ഒരു പീസ് കൊടുക്കാൻ. ആ പീസ് കൊടുത്തിട്ട് എന്താ ചെയ്യാൻ പോണേ നോക്കി? ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത്. ഹാങ് മൈസെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ തൂങ്ങിച്ചാവും എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ ടിൽ എന്താ പറഞ്ഞേ? തൂങ്ങിച്ചാവും എന്നല്ല പറഞ്ഞേ. ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത്. പല്ല് കൊണ്ട് ഹാങ് ചെയ്യുന്നു. എവിടെയാണ്? ഉത്തരത്തിലും ഫാനിലോ ഒന്നും അല്ല ഹാങ് ചെയ്യാൻ പോണേ. ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദ ബുച്ചർ ഷോപ്പ്. വന്ന വഴി ഒരു ഇറച്ചിക്കട കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ്? മട്ടന്റെ കാല് കിടപ്പുണ്ട്. ആ കാലില് പല്ല് ഗോൾഡ് കോഡ് കൊടുത്തിട്ട് ആ കാലില് എന്ത് ചെയ്യാവുന്ന? മട്ടന്റെ ലെഗിൽ പോയി ഞാൻ തൂങ്ങിക്കിടന്നോളാന്ന്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? അത്രയും വിശപ്പുണ്ടെന്നാണ് ഒരു അല്ലേ, നമ്മളൊരു കോമഡി അപ്രോച്ച് നമ്മുടെ ദുരവസ്ഥ പറയുമ്പോൾ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇത്ര നാളായി അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഹി പ്രസന്റഡ് തിങ്സ് വെരി വെൽ, അല്ലേ? നല്ലോണമാണ് അവിടെ പ്രസന്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇപ്പൊ ചാർലി ചാപ്ലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാ, പക്ഷെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു ചാർലി ചാപ്ലിൻ ചെയ്തുകൊണ്ടിരുന്നത്. സെയിം ഇവിടെയും ടില്ല് എന്തായാലും നമുക്ക് മനസ്സിലായി ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ഒന്നുമില്ല കഴിക്കാൻ, പക്ഷെ പറയുമ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ ആള് ഭയങ്കര പൊളൈറ്റാണ്. കോമഡി, ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു ആളാണ് നമുക്ക് മനസ്സിലായി. The captain was playing a game of chess with another officer. He looked curiously at Till. ഇത് കേട്ടപ്പോൾ ഓക്കെ, ക്യാപ്റ്റൻ അവിടെ പറഞ്ഞു കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ക്യാപ്റ്റൻ എന്താ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ഒരു ഫെല്ലോ ഓഫീസറായിട്ട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടതും ക്യാപ്റ്റൻ ക്യൂരിയസ്ലി നോക്കി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നോർമലി ഞാൻ കുറേ നാളായി വിശന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ ഇതൊന്നും തോന്നില്ല. നമ്മൾ അതും അതിൻ്റെ അപ്പുറവും കേട്ടിട്ടുള്ളവരാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും എടുക്കുക. പക്ഷെ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ് അവിടെ വരുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് ടില്ലിനെ ക്യൂരിയസ്ലി നോക്കുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ കഥയിലോട്ട് കഥ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ബോറടി ഒന്നും ഇല്ലല്ലോ, നമ്മൾ പോവാണ്. സോ വേർ ഡു യു കം ഫ്രം? അപ്പൊ ടില്ലിന്റെ അടുത്ത് ക്യൂരിയോസ്ലി വന്നിട്ട് ചോദിക്കുകയാണ്. ആരാ ചോദിക്കണത്? ക്യാപ്റ്റൻ ഓഫ് ഗാർഡ് ചോദിക്കുകയാണ്. വേർ ഡു യു കം ഫ്രം? ഹി ആസ്ക്ഡ്. ഹി ആരാണ് ഇവിടെ? ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് അല്ലേ? ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് അവിടെ കളിച്ചുകൊണ്ടിരുന്നിട്ട് ക്യൂരിയോസ് ആയിട്ട് ടില്ലിന്റെ ഉത്തരം കേട്ടിട്ട് ക്യൂരിയോസ് ആയിട്ട് ചോദിക്കുന്നത് എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫ്രം ഫ്ലാൻഡേഴ്സ്. ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബെൽജിയത്തിലൊരു സ്ഥലമാണ്. റിപ്ലൈ ടിൽ. അപ്പൊ ടില്ല് മറുപടി പറഞ്ഞു. റിപ്ലൈ ടിൽ അല്ലെ? ടില്ല് മറുപടി പറഞ്ഞത് എന്താണ്? ഫ്രം ഫ്ലാൻഡേഴ്സ്. വാട്ട് യു വാണ്ട്? എന്താണ് വേണ്ടത്? അപ്പോൾ പാലസിലോട്ട് കയറണം എന്നാണ് പറയുന്നത്. ടില്ലിന്റെ ആവശ്യം അതാണ്. അപ്പൊ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു. ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിന്റിങ്സ്. ഐ ആം എ പെയിന്റർ. ടില്ല് എന്താണ് ആവശ്യപ്പെടുന്നത്? എനിക്ക് ഹൈനസ് എന്ന് പറയുന്നത് നമ്മൾ പാലസിൽ കിങ്ങിന് പറയണം. ആർച്ച് ഡ്യൂക്ക് എന്ന് പറയുന്ന കിങ് ആണ് പറയുന്നത്. ഐ ഷുഡ് ലൈക്ക് ടു ഷോ ദ ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിന്റിങ്സ്. ഞാൻ വരച്ച ഒരു പെയിന്റിങ്സ് ആർച്ച് ഡ്യൂക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ ആം എ പെയിന്റർ. ബട്ട് ടില്ലിന്റെ ജോലി എന്താണ്? പെയിന്റർ. നമുക്കൊരു ഐഡിയ കിട്ടിയായിരുന്നല്ലോ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ദ ലൈഫ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ഇവിടെ ആർട്ടിസ്റ്റ് ആരാണ്? ടില്ലാണ് മെയിൻ ക്യാരക്ടർ. അപ്പൊ ഇപ്പൊ 2 ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരൊക്കെയായിരുന്നു 2 ക്യാരക്ടേഴ്സ്? ടില്ലും ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ്. ഇപ്പൊ ഇത്രയും സ്റ്റോറി വായിച്ചപ്പോൾ 2 പേരാണ് ആകെ വന്നത്. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സും വന്ന് ടില്ലും വന്ന്. അപ്പോൾ ടില്ല് മെയിൻ ക്യാരക്ടർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ടില്ല് എവിടെ നിന്നാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഫ്രം ഫ്ലാൻഡേഴ്സ് ആണ്. ഓക്കെ, വെൽ ഇഫ് യു ആർ എ പെയിന്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. അത് കേട്ടതോട് ക്യാപ്റ്റൻ എന്തായി? ഇംപ്രസ്ഡ് ആയി. ഇംപ്രസ്ഡ് ആയെന്ന് പറഞ്ഞാൽ എന്താണ്? കൊള്ളാം അല്ലേ? നമ്മൾ ഇംപ്രസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ഇംപ്രസീവ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അടിച്ചു പൊളിച്ചൊക്കെ കല്യാണത്തിനൊക്കെ പോണേ. ചുമ്മാ നമുക്ക് മാത്രം കാണാൻ എന്നൊക്കെ പറയണത് ചെറിയൊരു ലോജിക്കാണ്. പക്ഷെ മോസ്റ്റ് പ്രോബബിളി നമ്മൾ മറ്റുള്ളവരെ അയ്യേ എന്ന് പറയണേക്കാൾ വാവ് എന്ന് പറയണ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഇവിടെയും ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ഇംപ്രസ്ഡ് ആയി. എന്തെന്നാ കേട്ടപ്പോഴാണ്? ഫ്ലാൻഡേഴ്സിൽ നിന്നാണെന്ന് കേട്ടപ്പോഴും പെയിന്റർ ആണെന്ന് കേട്ടപ്പോഴും. ഓക്കെ, പെയിന്റർ ആണോ? എന്നാൽ കമിൻ, അതാണ് പറഞ്ഞത്. പെയിന്റർ ആണെങ്കിൽ വരൂ. അപ്പൊ പഠിക്കുന്ന കുട്ടിയാണോ? ടീച്ചേഴ്സ്മാർക്ക് ഒത്തിരി ഇഷ്ടം കൂടുതലുണ്ടായിരിക്കില്ലേ? ഒബ്വിയസ്ലി ഉണ്ടാവും. എല്ലാ പിള്ളേരും ടീച്ചേഴ്സ്മാർക്ക് ഒരുപോലെയാണ്. പഠിക്കുവാണെങ്കിൽ ടെൻഷൻ ഇല്ലല്ലോ.
പഠിക്കും. അല്ലാത്ത പിള്ളേരെ മിസ്സുമാർക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ച് പിന്നെ മുന്നിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ, ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്സിന് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ആദ്യം ചെയ്യുക ആ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുകയായിരിക്കും. കാരണം ഇംപ്രസ് ചെയ്യിപ്പിക്കേണ്ട ടീച്ചറിനാ അല്ലേ അവിടെ. സെയിം തിങ്. അപ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡും ഇംപ്രസ്ഡ് ആയിട്ട് ടില്ലിനോട് അകത്തോട്ട് വരാൻ പറഞ്ഞു. The captain knew that Flemish painters and their pictures were in great demand all over Europe. യൂറോപ്പിൽ ഈ ഫ്ലെമിഷ് പെയിൻറ്റേഴ്സിനെയും അവരുടെ പെയിൻറ്റിങ്സിനും ഭയങ്കര ഡിമാൻഡാണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവശ്യക്കാർ ഏറെയാണെന്ന് ക്യാപ്റ്റൻ അറിയാം. അതുകൊണ്ടിട്ടാണ് ടില്ലിനോട് അകത്തോട്ട് കയറാൻ പറഞ്ഞത്. ഓക്കെ, ടിൽ വാസ് പ്രസന്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്. ടില്ല് ആർച്ച് ഡ്യൂക്കിന്റെ ഫ്രണ്ടിലെത്തി. പ്രസന്റഡ്, ടില്ലിന് ആർച്ച് ഡ്യൂക്കിന്റെ അടുത്ത് കയറാൻ സമ്മതിച്ചു. He saluted the Archduke 3 times and stood before him with his headboard. എത്ര പ്രാവശ്യമാണ് സല്യൂട്ട് ചെയ്ത? 3 പ്രാവശ്യം. 3 പ്രാവശ്യം സല്യൂട്ട് ചെയ്തു. ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് എൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുക? ഇങ്ങനെയാണ് നിൽക്കുക. ഇങ്ങനെ നിൽക്കില്ല, ഇങ്ങനെ. ആൻഡ് ബോർഡ് ഹിം വിത്ത് ഹിസ് ആൻഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബോ ചെയ്തിട്ടാണ് നിന്നത്. അപ്പോൾ അവിടെ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് റെസ്പെക്ട്. നമുക്കൊരു മനുഷ്യനോട് ആദരവ് തോന്നുമ്പോൾ, ഇപ്പോൾ ടീച്ചേഴ്സ് വരുമ്പോൾ തലകുമ്പിട്ട് ആദരിക്കണം എന്നല്ല, ബട്ട് ഒരു കിങ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് എ റൂളർ അല്ലേ, നമ്മുടെ ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ഒരാളാണ്. അപ്പം നമ്മളിങ്ങനെ ബോ ചെയ്തിട്ട് നിൽക്കും ടു ഷോ റെസ്പെക്ട്. May your highness pardon me for my rashness in thinking that one of my paintings will please your highness. അപ്പോൾ ടില്ല് ഇവിടെ സംസാരിക്കുകയാണ്. ടില്ല് എന്തിനാ വന്നേന്നൊക്കെ കിങ്ങിനോട് ഹൈനസിനോട് പറയുകയാണ്. യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ശ്രദ്ധിച്ചോട്ടെ ടില്ല്. May your highness pardon me for my rashness in thinking that one of my paintings will please your highness. ഞാൻ വരച്ച ഒരു പെയിന്റിങ് ഹൈനസ് എന്ന് പറയുന്നത് ആരാണ്? ആർച്ച് ഡ്യൂക്കിന് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിച്ചത് അവിവേകമായി പോയെങ്കിൽ ക്ഷമിക്കുക. റാഷ്നസ് എന്ന് പറയുമ്പോൾ അധികം ആലോചിക്കാതെ അവിവേകമായി അങ്ങനെയുള്ള അതാണ് ഉദ്ദേശിക്കുന്നത്. റാഷ്നസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ടില്ല് എന്താ ചെയ്യുന്നത്? ടില്ല് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആലോചിക്കാതെ പറയുകയാണ് എന്താണ്, എൻ്റെ ഒരു പെയിന്റിങ് ആർച്ച് ഡ്യൂക്കിന് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ ഇതാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വെർജിൻ ഇൻ എ റോയൽ റോബ്സ്. അപ്പൊ റോയൽ റോബ്സിലുള്ള അവർ ലേഡി ദ വെർജിൻ എന്ന് പറയുന്നത് ആരാണ്? മദർ മേരിയുടെ ആണ്. അവർ ലേഡി ദ വെർജിൻ എന്ന് പറയുന്നത് മദർ മേരിയുടെ പിക്ചറാണ്. അപ്പൊ ടില്ല് കൊണ്ടുവന്നേക്കണ പിക്ചർ അല്ലെങ്കിൽ പെയിന്റിങ് ആരുടെയാണ്? അവർ ലേഡി ഓഫ് മേരി അല്ലേ. നമുക്ക് പറയാം വെർജിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, വെർജിൻ മദർ എന്ന് ലോകമാകെ വിശേഷിപ്പിക്കുന്നത് മദർ മേരിനെയാണ്. എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വെർജിൻ ആണ് ഇൻ ആ റോയൽ റോബ്സ് എന്ന് പറഞ്ഞാൽ രാജകീയ ആവേശത്തിൽ. റോയൽ റോബ്സ് എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ വേഷം എന്ന് പറയുന്നത് ഒരു ഗൗണൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ബ്ലൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ആ റോയൽ റോബ്സിലുള്ള ഡ്രസ്സാണ് അതിൻ്റെ പെയിന്റിംഗ് ആണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ പെയിന്റിംഗ് ആരുടെയാണെന്ന് മനസ്സിലായല്ലോ? അവർ ലേഡി ദ വെർജിൻ. ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് മിസ് അണ്ടർലൈൻ ചെയ്തത്. I have painted it specially so that I might lay it at your noble feet. ഞാൻ എന്തിനാണത് പെയിന്റ് ചെയ്തത് അങ്ങയുടെ കാൽ ചുവട്ടിൽ അത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ടില്ല് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ശ്രദ്ധിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞു. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാൽ ചുവട്ടിൽ കൊണ്ട് പിക്ചർ വെക്കാനല്ല. അത് ടില്ല് കുറച്ച് ബഹുമാനം അല്ലെങ്കിൽ ഇത് ഭയങ്കര വിനയമായിട്ട് പറയണതാ. ഞാൻ ഇത് നിനക്ക് അങ്ങേക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നേണെന്നുള്ള അർത്ഥമാണ്. അപ്പോൾ രാജാവിനൊക്കെ പണ്ട് കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്? മിക്കതും കാൽ ചുവട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ലാംഗ്വേജ്, ദ വേ ഓഫ് യൂസിങ് ദറ്റ് ലാംഗ്വേജ് ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണ് ടില്ല് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടിൽ പോസ്റ്റ് എ ഫ്യൂ മൊമെന്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. അപ്പോൾ ടില്ല് ഇത്രയും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ പെയിന്റിങ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അങ്ങയുടെ കാൽ ചുവട്ടിൽ ഇത് വെക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ടില്ല് ഒന്ന് പോസ് ചെയ്തു. എന്തിനാണ്? ടു സിങ്ക് ഇൻ. എല്ലാവരും സിങ്ക് എന്ന് പറയുമ്പോൾ മുങ്ങാന്നർത്ഥമാണ്. ഇവിടെ മുങ്ങല്ല, ഇവിടെ അത് എല്ലാവരും അത് ഉൾക്കൊള്ളാൻ വേണ്ടി, എല്ലാവരും അത് ഗ്രഹിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പോസ് കൊടുക്കുകയാണ് ടിൽ. ദെൻ ഹി കണ്ടിന്യൂഡ്. അത് കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂ ചെയ്ത് എന്താ പറഞ്ഞേ? യു മസ്റ്റ് ഫൊർഗിവ് മീ യുവർ ഹൈനസ് ഇഫ് ഐ ഡെയർ ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. പിന്നെ ടില്ല അതൊക്കെ തന്നെയാണ് റിലേറ്റഡ് പറയുന്നത്. യു മേ എന്താണ്? ഫൊർഗീവ് മീ, യു മസ്റ്റ് ഫൊർഗീവ് മീ, എന്നോട് ക്ഷമിക്കണം. എന്തിനാ? യുവർ ഹൈനസ് ബിക്കോസ് ഐ ഹാവ് ഡെയർഡ്, ഞാൻ വിചാരിച്ചേക്കണത് എന്താണ്? ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു,
ഈ പിക്ചർ അങ്ങേക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ വിചാരിച്ച് തെറ്റായി പോയെങ്കിൽ യു മസ്റ്റ് ഫൊർഗീവ് മീ, ക്ഷമിക്കണം എന്നാണ് ടിൽ ഇവിടെ പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? പെർഹാപ്സ്, കേട്ടോടാ, പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് wish to offer me the chair of your coat painter who died recently. I can see the empty velvet chair waiting to be filled. ഇവിടെ എന്താണ് ടില്ല് പറയുന്നത്? ടില്ല് പറയുന്ന ലാസ്റ്റ് സെന്റൻസ് എന്താണ്? പെർഹാപ്സ്, ചിലപ്പോ, ഹൈനസ്, യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ, എനിക്ക് തരുമോ എന്നല്ല ചോദിക്കുന്നത്. ചിലപ്പോൾ അങ്ങേക്ക് തോന്നിയാലോ, എന്താ തോന്നണ്ടേ? ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിന്റർ. കോട്ട് പെയിന്റർ മരിച്ചു എന്നറിഞ്ഞിട്ടാണ് ടില്ലപ്പ വന്നേക്കുന്നത്. ഹു ഡൈഡ് റീസെൻ്റ്ലി. അപ്പം ഈ അടുത്ത് മരിച്ച കോട്ട് പെയിന്ററിന്റെ വേക്കൻസി അവിടെ ഉണ്ട് എന്നറിയാവുന്ന, ആ പൊസിഷൻ അവിടെ വേക്കൻ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടിട്ടാണ് ഫ്ലെമിഷ് പെയിന്ററായ ടില്ല് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ടില്ല് ദയവായി എനിക്ക് ആ ജോലി തരുമോ എന്നൊന്നും അല്ല ചോദിച്ചേക്കണം. എൻ്റെ പിക്ചർ കണ്ടിട്ട് എൻ്റെ പിക്ചർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അങ്ങെനിക്ക് തരുമോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന രീതി തന്നെ കണ്ടോ? നിങ്ങൾ ചോദിക്കണേ എങ്ങനെയാ? എനിക്കത് തരുമോ? അങ്ങനെയാണോ ചോദിക്കണേ? ഫ്രണ്ട്സിനോട് നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. അപ്പോൾ രാജകൊട്ടാരമൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കി, ഓരോരുത്തർക്കും ചെയർ ഉണ്ടാവും, അവരവർക്ക് പൊസിഷൻ ഇൻടാക്ട് ഉണ്ടാവും. അപ്പോൾ ഈ കോട്ട് പെയിന്ററിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ചെയർ എംപ്റ്റി ആയിട്ടിരിക്കുന്നത് എനിക്ക് കാണാമെന്നാണ് ടില്ല് പറയുന്നത്. ഓക്കെ, the Virgin's picture was a splendid painting and the Archduke made up his mind at once. ആ പെയിന്റിങ് കണ്ടതോടുകൂടി ആർച്ച്ഡ്യൂക്ക് ഫ്ലാറ്റായി എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്രസ്ഡ് ആയി. അപ്പം തന്നെ തീരുമാനിച്ചു, അപ്പം തന്നെ മെയ്ഡ് ഹിസ് മൈൻഡ് അറ്റ് വൺസ് ആണ്. വേറൊരു റീതിങ്കിങ്ങിനുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ല. അപ്പം തന്നെ ചിന്തിച്ചു, ഞാൻ എന്താ ചെയ്യാൻ പോണേ? ആർച്ച്ഡ്യൂക്ക് വിചാരിക്കണേ എന്തായിരിക്കും? ടില്ലിനെ കോട്ട് പെയിന്റർ ആയി നിയമിക്കാം. He embraced and kissed him on both cheeks. See, ഞാൻ പറഞ്ഞല്ലേ നല്ല ഇംപ്രസ്ഡാ. എന്താ എംബ്രേസ്ഡ് എന്ന് പറയുമ്പോൾ കെട്ടിപ്പിടിച്ച് 2 കവളത്തും ഉമ്മ വെച്ചു. ഒരു കവളത്തല്ല, 2 കവളത്തും ഉമ്മ വെച്ചു എന്നാ. And kissed him on both cheeks. He said, I shall be delighted to make you my coat painter. ഞാൻ നിന്നെ കോട്ട് പെയിന്റർ ആയിട്ട്, അതായത് എനിക്ക് സന്തോഷമേ ഉള്ളൂ ടില്ലിനെ കോട്ട് പെയിന്റർ ആയിട്ട് നിയമിക്കാൻ. അതാണ് ആർച്ച്ഡ്യൂക്ക് പറഞ്ഞത്. അപ്പോൾ ടില്ലിന്റെ പെയിന്റിങ്ങിന്റെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, he directed him to the chair and made him sit on it. ചെയറിന്റെ അടുത്തോട്ട് കൈ ചൂണ്ടി എന്നിട്ട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. ആൻഡ് made him, അല്ലേ, ആർച്ച്ഡ്യൂക്ക് ടില്ലിനെ കൊണ്ട് നടത്തി അവിടെ കൊണ്ട് ഇരുത്തി എന്നുള്ളതാണ്. സോ യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ദ പെയിന്റിങ് is, how marvelous, how awesome, അല്ലേ? നല്ല പെയിന്റിങ് ആയിരിക്കും എന്ന് നമുക്ക് ഇപ്പൊ തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, well, my dear fellow, he said, you do have a tongue in your head and you certainly seem to know how to use it. You are a very talkative fellow, aren't you? Okay, it's not are you, aren't you ആണേ. അപ്പം എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞൊരു ഫ്രേസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൈ ഡിയർ ഫെല്ലോ, അങ്ങനെയാണ് ആർച്ച്ഡ്യൂക്ക് ടില്ലിനെ വിളിക്കുന്നത്. യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്. ടങ് എവിടെയാണ് നമ്മുടെ ഉള്ളത്? യു ഹാവ് ഇറ്റ് ഇൻ യുവർ മൗത്ത്, അല്ലേ? റൈറ്റ്, വായിലല്ലേ ടങ് ഉള്ളത്. ഇവിടെ ആർച്ച്ഡ്യൂക്ക് എന്താ പറഞ്ഞേ? യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്. ടങ് ഇൻ യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാക്ക് ഭയങ്കര അപകടകാരിയാ, അല്ലേ? എന്താ അപകടം? വല്ലതും വരും, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുമല്ലോ, കുറേ വേർഡ്സ് വരും. നമുക്കതുകൊണ്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പറ്റും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും പറ്റും. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാവുന്ന ആ നാക്കിന് ടില്ല് ഉപയോഗിക്കുന്നത് ബ്രെയിൻ കൊണ്ടാണ്. ടങ് ഇൻ യുവർ ഹെഡ് എന്ന് പറയുന്നത് വാക്കുകൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, നല്ല പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ടില്ലിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി പൊളൈറ്റ്. ടില്ലിന് അറിയാം ആരോട് എങ്ങനെ സംസാരിക്കണം എന്ന്. സോ ദാറ്റ് ഇസ് വൈ ആർച്ച്ഡ്യൂക്ക് പറയുന്നത് യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്. നമുക്ക് ടങ് എവിടെ തന്നെയാണ്? നമ്മുടെ ടങ്ങൊക്കെ നമ്മുടെ മൗത്തിൽ തന്നെയാണെന്നാണ് തോന്നണം, ആണോ? ചിലർക്കെങ്കിലും ഉണ്ടാവും, ആൾക്കാർ നോക്കി സംസാരിക്കാൻ അറിയാവുന്ന കുറേ ആൾക്കാരെങ്കിലും നമുക്കും അറിയാം. സോ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാവരുത്, മറ്റുള്ളവർ വിഷമിക്കരുത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ യു ആർ വെരി ടോക്കറ്റീവ്. യു ആർ എ വെരി ടോക്കറ്റീവ് ഫെല്ലോ, ആറന്റ് യു? ഭയങ്കര സംസാരപ്രിയനാണ്. ഇപ്പം തന്നെ കുറേ കാര്യം സംസാരിച്ചത് ആരാണ്? ടില്ല് തന്നെയാണ് സംസാരിച്ചത്, വേറെ ആരും അല്ല സംസാരിച്ചേക്കണം. അപ്പോൾ ഭയങ്കര ടോക്കറ്റീവ്, സംസാരപ്രിയനാണല്ലേ എന്നും ഇവിടെ ആർച്ച്ഡ്യൂക്ക് ചോദിച്ച് നിർത്തുകയാണ്. ഓക്കെ, അപ്പം നമുക്ക്
മനസ്സിലായല്ലോ? ടില്ല് വന്നിരിക്കുന്നത് കോട്ട് പെയിന്ററിന്റെ ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ടില്ല് ഇവിടെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു, കോട്ട് പെയിന്ററായിട്ട് രാജാവ് നിയമിക്കുകയും ചെയ്തു.